ആവശ്യമുള്ളത്. രണ്ടാമത്തെ വസ്തുത ദൈവശ്വാസീയതയാണ്. ദൈവശ്വാസീയതയെക്കുറിച്ച് നാം പിന്നീട് വിശദമായിട്ട് പഠിക്കാനായിട്ട് പോയി. എന്നാൽ ദൈവശ്വാസീയത എന്താ? ദൈവം തന്നെ കുറിച്ച് നൽകിയ വെളിപ്പാടുകൾ രേഖയാക്കുവാൻ, അഥവാ വരമൊഴിയായിട്ട് അവയെ ജനത്തിന്, എന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ലഭിക്കത്തക്കവണ്ണം അത് വരമൊഴിയായിട്ട് എഴുതുവാൻ ദൈവം തെരഞ്ഞെടുത്ത എഴുത്തുകാർക്ക്, അവരത് എഴുതിയത് ദൈവത്തിന്റെ വചനമാണ്, ദൈവിക അധികാരം അതിലുണ്ട് എന്ന് വെളിപ്പെടത്തക്കവണ്ണം, അത് ആ ആധികാരികത വെളിപ്പെടത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുത്തുകാരിൽ ചെലുത്തിയ അമാനുഷിക പ്രേരക ശക്തിയെ ദൈവശ്വാസീയത എന്ന് പറയാനായിട്ട് കഴിയും. ഈ ദൈവശ്വാസീയതയിൽ തന്നെ നാം നോക്കുമ്പോൾ 3 ഘടകങ്ങൾ ഉള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്ന്, മനുഷ്യന്റെ മേൽ പ്രവർത്തിക്കുന്ന, എഴുത്തുകാരായിരിക്കുന്ന മനുഷ്യരുടെ മേൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം, പരിശുദ്ധാത്മാവിന് അധീനരായിട്ടിരുന്ന് എഴുതുന്ന മനുഷ്യരാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമതായിട്ട് ഇതിന്റെ ഫലമായിട്ട് ഉളവായി വന്ന അല്ലെങ്കിൽ രേഖയാക്കപ്പെട്ട ദൈവവചനം, പരമൊഴിയായി ലഭിക്കപ്പെട്ട ദൈവവചനം. ഈ 3 ഘടകങ്ങൾ ദൈവശ്വാസീയതയുടെ പ്രധാന ഘടകങ്ങളാണ്. ഒന്ന്, മനുഷ്യന്റെ മേൽ, എഴുത്തുകാരായിരിക്കുന്ന മനുഷ്യന്റെ മേൽ സ്വാധീനം ചെലുത്തിയ പരിശുദ്ധാത്മാവ്, അവരുടെ മേൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. 2, ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് കീഴടങ്ങിയിരുന്ന എഴുതുന്ന മനുഷ്യര്. മൂന്നാമത്തെ ഘടകം, ഈ പ്രവൃത്തിയാൽ ഉളവായി വന്ന വരമൊഴിയായിരിക്കുന്ന തിരുവെഴുത്ത്, അഥവാ രേഖപ്പെടുത്തപ്പെട്ട ദൈവവചനം. ഈ 3 ഘടകങ്ങൾ ദൈവശ്വാസീയതയുടെ പ്രധാന ഘടകങ്ങളായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടതായിരിക്കുന്ന ദൈവിക വെളിപ്പാട് അത്ഭുതങ്ങളാലും പ്രവചനത്തിന്റെ നിവർത്തിയാലും അംഗീകരിക്കപ്പെട്ടതും സാക്ഷീകരിക്കപ്പെട്ടതുമായിരിക്കും എന്നുള്ളതും നാം മനസ്സിലാക്കുക. ഒന്നുകൂടി പറയാം, ഈ വെളിപ്പാട്, ഇങ്ങനെ ലഭിച്ച രേഖപ്പെടുത്തപ്പെട്ട ദൈവവചനം അഥവാ ദൈവിക വെളിപ്പാട് അത്ഭുതങ്ങളാലും പ്രവചനങ്ങളാലും, പ്രവചന നിവർത്തിയാൽ അംഗീകരിക്കപ്പെട്ടതും സാക്ഷീകരിക്കപ്പെട്ടതും ആയിരിക്കും. അത് മാത്രമാണ് ദൈവവചനം, അല്ലെങ്കിൽ അത് മാത്രമേ നാം ദൈവവചനമായിട്ട് അംഗീകരിക്കുള്ളൂ. അങ്ങനെ അംഗീകരിക്കപ്പെട്ട, സാക്ഷീകരിക്കപ്പെട്ട പുസ്തകങ്ങളെ, രേഖകളെ മാത്രമേ ദൈവവചനമായിട്ട് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ഒരു പുസ്തകത്തെയും ആരുടെ പേരിൽ എഴുതിയതായാലും ദൈവവചനമായിട്ട് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവശ്വാസീയത എന്ന് പറയുന്നത് അതാണ്. അതിന് ദൈവനിശ്വാസീയതയെക്കുറിച്ച് വിശദമായിട്ട് നാം പിന്നാലെ പഠിക്കുന്നുണ്ട്. മൂന്നാമത്തെ വസ്തുത ദൈവിക പ്രകാശനം. എന്താ ഈ ദൈവിക പ്രകാശനം? ദൈവിക വെളിപ്പാടും ദൈവശ്വാസീയതയും ദൈവിക പ്രകാശനം, 3 കാര്യങ്ങൾ. അതിൽ ദൈവ വെളിപ്പാട് നമ്മൾ നോക്കി, ദൈവശ്വാസീയത എന്താണ് നാം മനസ്സിലാക്കി. ഇനി ദൈവിക പ്രകാശനം. എന്താ ഈ പ്രകാശനം? ഇത് തികച്ചും വ്യത്യാസമുണ്ട്. ദൈവിക പ്രകാശനം എന്ന് പറയുന്നത് വരമൊഴിയായിട്ട് ലഭിച്ച വചനം, അഥവാ രേഖപ്പെടുത്തപ്പെട്ട ഈ വചനം, അഥവാ രേഖപ്പെടുത്തി ലഭിച്ച ദൈവിക വെളിപ്പാട്, ആ ദൈവവചനം അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടിനെ ഗ്രഹിക്കുവാൻ, അല്ലെങ്കിൽ അതിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവാത്മാവ് നമുക്ക് നൽകുന്ന കഴിവിനെ, അല്ലെങ്കിൽ ആ പ്രകാശനത്തെയാണ് ദൈവിക പ്രകാശനം എന്ന് പറയുന്നത്. അത് ലഭിക്കുന്നത് ദൈവവുമായിട്ട് അടുത്ത് ജീവിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് വ്യക്തിബന്ധം സ്ഥാപിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഭക്തരായിരിക്കുന്ന വ്യക്തികൾക്കാണ് ഈ പ്രകാശനം ലഭിക്കുക. അല്ലാത്ത ആർക്കും ഈ പ്രകാശനം ലഭിക്കുകയില്ല. അപ്പോൾ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, പലരും പറയാറുണ്ട്, ദൈവവചനം വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്ന ഗ്രഹിക്കാൻ പാടാണ് എന്ന് പലരും പറയാറുണ്ട്. കാരണം ദൈവാത്മാവുമായി വ്യക്തിബന്ധത്തിൽ, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന
ആ നിലയിൽ ഭക്തിയോടും ഭയത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവവചനം വായിക്കുന്ന വ്യക്തികൾക്കാണ് ദൈവാത്മാവ് ഈ രേഖപ്പെടുത്തപ്പെട്ട ഇതിലെ ദൈവിക വെളിപ്പാടുകൾ ഗ്രഹിക്കുവാൻ അവന് പ്രകാശനം നൽകുന്നത്. ഇത് വായിക്കുമ്പോൾ അത് പ്രകാശിപ്പിച്ചു നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നൊരു വാക്യം അതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വം ആകുന്നു. അപ്പോൾ ഇവിടെ വായിക്കുന്ന പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്കും ദൈവവചനം വായിച്ചാൽ ദൈവവചനത്തിലെ ആത്മീയമായിരിക്കുന്ന ദൈവീക സത്യങ്ങൾ ശരിയായി ഗ്രഹിപ്പാൻ കഴിയുകയില്ല. അത് ദൈവാത്മാവ് പ്രകാശിപ്പിച്ചു നൽകുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതാണ് ദൈവിക പ്രകാശനം എന്ന് പറയുന്നത്. അത് നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞ ദൈവിക വെളിപ്പാട്, രണ്ടാമത് പറഞ്ഞ ദൈവശ്വാസീയത. ഈ രണ്ടും ഇന്നില്ല. ഇത് രണ്ടും തിരുവെഴുത്ത് എഴുതപ്പെട്ട കാലത്ത് ആ എഴുത്തുകാരില് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് ദൈവിക വെളിപ്പാട്. വെളിപ്പാട് അന്ന് അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. 2, ദൈവശ്വാസീയത. ദൈവാത്മാവ് അവരിൽ എഴുതുവാൻ സ്വാധീനം ചെലുത്തി എഴുതേണ്ട കാര്യങ്ങൾ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്ത, അവരോട് കൽപ്പിച്ച് എഴുതിച്ചു. അങ്ങനെ ദൈവശ്വാസീയത. അപ്പൊ ദൈവശ്വാസീയതയും ദൈവിക വെളിപ്പാടും ദൈവവചനം എഴുതുന്ന സമയത്ത് എഴുത്തുകാർക്ക് ദൈവം നൽകിയതാണ്. ദൈവവചനം എഴുതി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ 2 കാര്യങ്ങളും നിന്നുപോയി. ഇന്ന് ഈ 2 കാര്യങ്ങളും ഇല്ല. എന്നാൽ ദൈവിക പ്രകാശനം എന്ന് പറഞ്ഞ 3-ാമത്തെ കാര്യം ഇന്ന് ഉണ്ട്. ഇന്ന് ദൈവവചനം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ദൈവിക പ്രകാശനം വളരെ ആവശ്യമാണ്. അതില്ലാതെ ദൈവവചനം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ദൈവിക പ്രകാശനം ആണ് ഇന്ന് നിലവിലുള്ളത്. അത് നമുക്ക് ആവശ്യമാണ്. അതിന് പ്രാർത്ഥന വളരെ ആവശ്യം. പ്രാർത്ഥനയോടെ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. തിരുവെഴുത്തുകളെ സംബന്ധിച്ചിടത്തോളം ദൈവിക വെളിപ്പാടിന് നിർദ്ദിഷ്ട കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യേക കാലഘട്ടത്തിലാണ് ഈ ഇൻസ്പിറേഷൻ അഥവാ ദൈവശ്വാസീയത ലഭിച്ചത്. അത് നിന്നുപോയി എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. തിരുവെഴുത്ത് എഴുതി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇനി അതിനുശേഷം എത്രയോ പുസ്തകങ്ങൾ, ആത്മീയ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിനെ ഒന്നും നാം ദൈവവചനമായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം അത് ആത്മീയ പുസ്തകങ്ങളാണ്, അതിൽ അനേക നല്ല കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനെ ദൈവവചനമായിട്ട് നാം അംഗീകരിക്കുന്നില്ല. കാരണം അതിൽ ദൈവശ്വാസീയതയില്ല. ദൈവശ്വാസീയതയുള്ള എഴുത്തുകളെ മാത്രമേ ദൈവവചനമായിട്ട് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെന്താണെന്ന് ദൈവവചനത്തിന്റെ കാനോനികത എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ നാം കൂടുതലായിട്ട് അത് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ. ഇനി നമുക്ക് ദൈവശ്വാസീയത എന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2 തിമോത്തി 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 തിമോത്തി 3-ന്റെ 16-17 നമുക്കറിയാവുന്ന വാക്യമാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ഈ ഭാഗത്ത് 5 വിലയേറിയ സത്യങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട് ബൈബിളിന്റെ സമ്പൂർണ്ണ ദൈവശ്വാസീയത ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അവിടെ എല്ലാ തിരുവെഴുത്തും എന്ന് പറയും, എല്ലാം. അപ്പോ സമ്പൂർണമായിട്ട് ബൈബിളിലെ എല്ലാ ഗ്രന്ഥങ്ങളും പൂർണ്ണമായ ബൈബിൾ ദൈവശ്വാസീയമാണ് എന്ന് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ എല്ലാ തിരുവെഴുത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ട് പഴയ നിയമ പുസ്തകങ്ങളെ ഉദ്ദേശിച്ചാണ്. അപ്പോ കാരണം അപ്പോസ്തലന്മാര് അന്ന് വിശുദ്ധ ഗ്രന്ഥമായിട്ട് ഉപയോഗിച്ചിരുന്നത് പഴയ നിയമ പുസ്തകങ്ങളാണ്. പഴയ നിയമമാണ് എബ്രായരുടെ ബൈബിൾ. അതാണ് യേശു ക്രിസ്തുവും ശിഷ്യന്മാരും അതിനെ ദൈവവചനമായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു അതിലെ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ എല്ലാ തിരുവെഴുത്തും എന്നവിടെ പറഞ്ഞിരിക്കുമ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തെ ആണ്. എന്നാൽ അതോടൊപ്പം തന്നെ അതിനുശേഷം എഴുതപ്പെട്ട പുതിയ നിയമ പുസ്തകങ്ങളും തിരുവെഴുത്താണ്. അത് നാം പിന്നീട് നോക്കുന്നതായിരിക്കും. തിരുവെഴുത്ത് മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തിരുവെഴുത്തുകളുടെ ദൈവിക ഗ്രന്ഥ കർത്തൃത്വം ഈ വാക്യത്തിൽ ക്ലിയർ ആണ്. ദൈവശ്വാസീയമാകയാൽ എന്നവിടെ പറഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം ശ്വസിച്ചതാണ്, അഥവാ ദൈവമാണ് ഈ പുസ്തകത്തിന്റെ കർത്താവ് എന്ന വളരെ വ്യക്തമാണ്. ദൈവത്തിന്റെ ഗ്രന്ഥ കർത്തൃത്വം ആ വാക്യത്തില് വളരെ വ്യക്തമാണ്. നാലാമതായിട്ട് നമ്മുടെ ആത്മീക ജീവിതത്തിന്, മനുഷ്യരുടെ ആത്മീക ജീവിതത്തിന് ദൈവവചനം നൽകുന്ന പ്രയോജനം എന്തൊക്കെയാണ് എന്ന് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കും. ഉപദേശത്തിനും ശാസനത്തിനും നീതിയിലെ അഭ്യാസത്തിനും അത് പ്രയോജനമുള്ളതാണ്. അപ്പോ മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിന് ഇത് നൽകുന്ന പ്രയോജനമാണ് നാലാമത്തെ ഘടകം. അഞ്ചാമതായിട്ട് തിരുവെഴുത്തുകളെ ദൈവവചനം നൽകുന്നതിലൂടെ ദൈവത്തിന്റെ ദിവ്യ ഉദ്ദേശം എന്താണ് എന്നവിടെ അഞ്ചാമത്തെ ഘടകമായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവൻ ആകുക എന്നതാണ് ദൈവവചനം ദൈവം നൽകിയതിന്റെ പിന്നിലെ ഉദ്ദേശം. അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യന്റെ അവൻ സൽപ്രവൃത്തിയിൽ തികഞ്ഞവനായി തീരുക, അതാണ് ഈ തിരുവെഴുത്ത് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഇവിടെ നാം വായിച്ചല്ലോ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം ആകയാൽ. ദൈവശ്വാസീയത, ദൈവ നിശ്വാസ്യത, ദൈവം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്വാസം അതിൽ വ്യാപരിക്കുക. ഇംഗ്ലീഷില് ഗോഡ് ബ്രീത്തഡ് എന്നാണ്, ദൈവം ശ്വസിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോ ദൈവം തന്റെ വചനത്തെ ശ്വസിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ദൈവം ഊതി, ദൈവം ശ്വസിച്ചു, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ദൈവം നിശ്വസിച്ചു. ദൈവം ഊതിയപ്പോൾ, ദൈവത്തിന്റെ ശ്വാസം അവനിലേക്ക് ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി. അതേ പ്രയോഗമാണ് ഇവിടെ. അതായത് ദൈവം തന്റെ വചനത്തിൽ, എഴുത്തുകാർ മനുഷ്യരാണ് ഇത് എഴുതിയത്, എന്നാൽ ഇത് എഴുതിയപ്പോൾ ദൈവം അതിലേക്ക് ഊതി, അതിൽ ശ്വസിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ജീവൻ അതിലേക്ക് വന്നു. അതിനാൽ എഴുതപ്പെട്ട ഈ തിരുവെഴുത്തുകൾ ജീവനുള്ള വചനമായി മാറി. അതുകൊണ്ടാണ് ദൈവവചനത്തെ ജീവനുള്ള വചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യം എന്ന് പറഞ്ഞാൽ ദൈവം ശ്വസിച്ചതാണ്, ദൈവത്തിന്റെ ശ്വാസം അതിലുണ്ട്, ദൈവത്തിന്റെ ജീവൻ അതിലുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട്. അത് ദൈവവചനം ജീവനുള്ള വചനമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ദൈവവചനം ജീവനുള്ളതായത്? ദൈവം ശ്വസിച്ചതിനാലാണ്. ദൈവനിശ്വസ്തതയിലാണ് ദൈവവചനം ജീവനുള്ള വചനമായത്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതായും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അപ്പോൾ അവിടെ നാം വായിക്കുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ജീവനും ചൈതന്യമുള്ളതാണ് ദൈവത്തിന്റെ വചനം. പത്രോസിന്റെ 1-ാം ലേഖനം
പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും, പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. അവിടെ നാം വായിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അവിടെ ദൈവവചനത്തെ കുറിച്ച് പറയുന്നത് ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം. അപ്പോൾ ദൈവവചനം ജീവനുള്ളതാണ്. വിശുദ്ധ ബൈബിൾ ജീവനുള്ള ദൈവവചനമാണ്. കാരണം ഇതിൽ ദൈവം വിശ്വസിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ ശ്വാസം അതിലുണ്ട്. ഇനി യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്കുകൂടി നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 63-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, കർത്താവ് പറയുകയാണ്, നിങ്ങൾ കണ്ടല്ലോ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാവുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് കർത്താവും അവിടെ പറയുകയുണ്ടായി. അപ്പോ ദൈവവചനം, കർത്താവിന്റെ വചനം ജീവനുള്ളതാണ്. വേദപുസ്തകത്തിലെ വചനം ദൈവം ശ്വസിച്ചതിനാൽ അത് ജീവനുള്ളതാണ്. മാത്രമല്ല, അത് ദൈവത്തിന് തുല്യമായി ചൈതന്യമുള്ളതാണ്, ദൈവത്തിന് തുല്യമായി നിലനിൽപ്പുള്ളതാണ്. പത്രോസിന്റെ നാം വായിച്ചു, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ, എന്നേക്കും നിലനിൽക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനത്തിന് നാശമില്ല, ദൈവവചനം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോ ദൈവവചനം ചൈതന്യമുള്ളതായി. എബ്രായലേഖനം 4:12 നാം വായിച്ചു, ചൈതന്യം, ജീവനും ചൈതന്യവും. അപ്പോ ദൈവത്തെ പോലെ ജീവനും ചൈതന്യവും ഉള്ളതാണ് ദൈവവചനം. അതേ പത്രോസ് പറയുന്നു, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമാണ് എന്നേക്കും നിലനിൽപ്പുള്ളത്. ആ ദൈവത്തെ പോലെ തന്നെ ജീവനും നിലനിൽപ്പുമുള്ളതാണ് ദൈവവചനം. അതിനാലാണ് ഈ ദൈവവചനം കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അത് വലിയ ചലനം സൃഷ്ടിക്കുന്നു. ഏതെല്ലാം സ്ഥലങ്ങളിൽ ദൈവവചനം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം സമൂലമായിരിക്കുന്ന വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഇത് ജീവനും ചൈതന്യവും നിലനിൽപ്പും ഉള്ള ദൈവവചനം ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ദൈവശ്വാസീയതയുടെ സ്വഭാവങ്ങളെ കുറിച്ചാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവശ്വാസീയതയെക്കുറിച്ച് അല്പമായി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. കുറെ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് പഠിക്കാം. ദൈവശ്വാസീയതയെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് 2 or 3 ക്ലാസ്സുകളായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ദൈവനാമം.